ഹായ്, ഇസൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചില സ്ത്രീകളെ കാണാറുണ്ട്. ഇവരെ നമ്മളെ പുരുഷന്മാരെ സ്നേഹിക്കുന്നുണ്ടാവുക അതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു തെറ്റായ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ ഒരു ഇഷ്ടമായിരിക്കില്ല, അവരുടെ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു തെറ്റായ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു പുരുഷനെ സ്നേഹിക്കുന്ന, സ്നേഹം നടിക്കുന്ന സ്ത്രീകളുണ്ട്. അവരെ മനസ്സിലാക്കാനായിട്ട് എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ചിലർക്ക് എന്തൊക്കെയാണ് അറിയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്ന, അതിനെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റായ ചിന്ത കൊണ്ട് ഒരു സ്ത്രീ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ആവശ്യത്തിന് മാത്രം നിങ്ങളെ തേടി വരുന്നു, നിങ്ങളെ വിളിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവർക്ക് ക്യാഷ് വേണ്ടപ്പോ, അറ്റൻഷൻ വേണ്ടപ്പോ, അതേപോലെ തന്നെ അപ്പോൾ അവർക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ഹെൽപ്പ് വേണ്ട സമയത്ത്, ഇങ്ങനെയുള്ള സമയത്ത് മാത്രം, ഭയങ്കര കെയർ വേണം തോന്നുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സമയത്ത് മാത്രം അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക, നിങ്ങളെ കാണാൻ വരിക, ഇത് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് അവരുടെ ആവശ്യത്തിന് മാത്രം അവർ നിങ്ങളെ വിളിക്കും. അല്ലാത്ത സമയത്ത് നിങ്ങൾ വിളിച്ചവർ ചിലപ്പോൾ കോൾ എടുക്കുകയും കൂടി ഇല്ല. അവർക്കപ്പോൾ ക്യാഷ് വേണ്ട ഒരു സമയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹെൽപ്പ് വേണ്ട സമയം ഉണ്ടെങ്കിൽ അപ്പോൾ വിളിച്ചിട്ട് പറയും, ഓ എനിക്കിങ്ങനെ അത്യാവശ്യം ഉണ്ടോ, ഒന്ന് വേഗം അയച്ചു തരുമോ എന്ന് ചോദിക്കും. അപ്പൊ അതിനുള്ള ഒരാളായിട്ട് നിങ്ങളെ അവിടെ നിർത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പൊ അവര് ഭയങ്കര വിഷമിച്ചിരിക്കുക എന്ന് പറയുന്നില്ല, അവർക്ക് പെട്ടെന്ന് ഒരു കെയർ ആവശ്യമുണ്ട്, ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മാറ്റാൻ വേണ്ടി മാത്രം നിങ്ങളെ നിർത്തിയതുപോലെയാണ്. അപ്പൊ ആ സമയത്ത് മാത്രം നിങ്ങളെ വിളിക്കും, എന്നിട്ട് നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ അത്തരത്തിൽ അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് അവർ നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ അതായത് ആ സമയത്ത് അവർ അനുഭവിക്കുന്ന ആ ഒരു നെഗറ്റീവ് അത് നികത്താൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളൊരു പേഴ്സൺ ആണ് അവരുടെ മനസ്സിൽ നിങ്ങളെന്ന് പറയുന്നത്. അല്ലാതെ യഥാർത്ഥമായിട്ട് നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്ന സമയത്തൊന്നും അവർക്ക് സംസാരിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരിക്കില്ല. അവര് ഇങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അത്തരത്തിൽ ആവശ്യങ്ങൾ പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സമയം അവർക്ക് സംസാരിക്കാൻ ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ആഗ്രഹമോ ആവശ്യമോ അവർ പറയുന്നുണ്ടായിരിക്കും. അപ്പൊ ഇത് നിങ്ങളത് മനസ്സിൽ വെക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പെട്ടെന്ന് തന്നെ ഇവർ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതായത് റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുണ്ടാവുള്ളൂ. ശരിക്കും ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം സമയം എടുക്കും എന്നുള്ളതാണ്. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം, ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. പിന്നെ രണ്ടുപേരുടെ നെഗറ്റീവ് സ്വഭാവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു അറ്റാച്ച്മെന്റ് ഇങ്ങനെ കൂട്ടി കൂട്ടി വരാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഇവരിപ്പോ, അതായത് നിങ്ങളുടെ അടുത്ത് ഈ ഒരു തെറ്റായ ചിന്ത കൊണ്ട് വരുന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഇവർ വളരെ പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളത് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ടായിരിക്കും. എന്നെ മനസ്സിലാക്കിയത് നീ മാത്രമാണ്, നിനക്ക് മാത്രമാണ് എന്നോട് സ്നേഹമുള്ളത്, ഈ രീതിയിലൊക്കെ അവർ പറയുന്നുള്ളതാണ്. അതിങ്ങനെ സാധിക്കും? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് ദിവസങ്ങളേ ആയിട്ടുള്ളൂ, അപ്പോഴത്തേക്കും അവർക്ക് അത്രയും പെട്ടെന്ന് നിങ്ങളെ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരിക്കലും നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സ്ത്രീ പറയില്ല എന്നുള്ളതാണ്. കാരണം അവർ നിങ്ങളെ മുഴുവനായിട്ട് അറിയാനാണ് ആദ്യം ശ്രമിക്കുക. നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, ഓരോ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇതൊക്കെ അറിയാനാണ് അവർ ശ്രമിക്കുക. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ വരുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു സ്വഭാവം വെച്ചിട്ടുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കാണാൻ പറ്റും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അതെങ്ങനെയാണെന്നുള്ളത് അറിയോ? നിങ്ങളെ ഇങ്ങനെ കളിയാക്കി നാണം കെടുത്തിയിട്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇവർ ശ്രമിക്കും എന്നുള്ളതാണ്. അതായത് ഇവർ പറയുന്നുണ്ടാവും, നിനക്ക് തന്നെ ഇഷ്ടമാണെങ്കിൽ നീ അത് ചെയ്ത് കാണിക്കും, ഈ രീതിയിലൊക്കെ പറയുന്നുണ്ടായിരിക്കും. അതേപോലെ നീ ഇപ്പം എന്നെ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ പോലെ നീ ചെയ്യുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറയണ്ടോ. നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുക ഒരു മടിയും നാണക്കേടും ഒക്കെ ആയിരിക്കും. അപ്പൊ എന്നിട്ട് അതായത് നിങ്ങളെ കളിയാക്കിക്കൊണ്ട് പലതും അവര് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറയുകയാണ്. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഫുൾ കൺട്രോൾ ആ ഒരു പേഴ്സന്റെ കയ്യിലേക്ക് അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ്. അതാണ് മിക്ക സ്ത്രീകളും ചെയ്യുന്ന ഒരു കാര്യം. പൊതുവെ പുരുഷന്മാർക്ക് അവരെ കൺട്രോൾ ചെയ്യുന്നതോ, അല്ലെങ്കിൽ അവരോട് നെഗറ്റീവായിട്ട് മീൻസ് അവർക്ക് കഴിവില്ലാത്തതുപോലെ സംസാരിക്കുന്നതോ, കമ്പയർ ചെയ്ത് സംസാരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഇവരങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. ഇതൊരിക്കലും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതായത് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുക, ഒരു നാണക്കേട് ഫീൽ ചെയ്യിപ്പിച്ചിട്ട് പലതും ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നിങ്ങളുടെ ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് അവർ കുറച്ച് സെൽഫിഷ് ആണ്, അവരുടെ കാര്യങ്ങൾ നടക്കണമെന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, മിക്സഡ് സിഗ്നൽസ് ആയിരിക്കും ഇവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുക. അതായത് ഇപ്പോൾ ഒരു ദിവസം ഭയങ്കര സ്നേഹമായിരിക്കും ഉണ്ടാവുക, പക്ഷേ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എന്താ പറയാ അടുപ്പം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും, അയ്യോ ഇത് 2 ദിവസം മുമ്പേ പെരുമാറിയ ആളല്ലല്ലോ, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, കണ്ടാൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ഓരോ രീതിയിലായിരിക്കും അവർ പെരുമാറുന്നുണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ ശരിക്കും ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ
ഇങ്ങനെ ഒരു ദിവസം ഭയങ്കര സ്നേഹമായിട്ട് പിറ്റേ ദിവസം ഭയങ്കര ദേഷ്യമായിട്ട് കണ്ടാ മിണ്ടാതെ അങ്ങനെയൊക്കെ അവര് പെരുമാറോ? ഒരു കാര്യം നമുക്ക് വിഷമാവെന്നുള്ള ചിന്ത ഉണ്ടെങ്കിലും അവരങ്ങനെ പെരുമാറാതിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കുക അവർക്ക് ഒരിക്കലും നിങ്ങളുമായിട്ട് അറ്റാച്ച്മെന്റും കാര്യങ്ങളൊന്നുമില്ല. അത് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം പലപ്പോഴും ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നതും പിന്നീട് നിങ്ങളെ മൈൻഡ് ആക്കാത്തത് പിന്നെ നിങ്ങളെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു മിക്സഡ് സിഗ്നൽസ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്, ഇതിപ്പോ ഇയാളുടെ സ്വഭാവമേ മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്ന ഒരാളല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം വരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാഷിനെ കുറിച്ച് അറിയാനായിട്ട് ഇവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് ഈ ഒരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഇവർ നിങ്ങളുടെ അടുത്ത് ക്യാഷിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ സാലറി എത്രയാണെന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ സമ്പത്ത് എത്രയുണ്ടെന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനായിട്ട് എടുക്കാൻ നമുക്ക് പറ്റും. അതായത് ഇവർക്ക് ക്യാഷ് ആണ് ഇമ്പോർട്ടന്റ്, അതിന് വേണ്ടിയിട്ടാണ് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് കൂടിയിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ് ഇപ്പം ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവർ അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കാം അവർക്ക് നിങ്ങളോടുള്ളത് ജെന്യുവൻ ആയിട്ടുള്ള ഇഷ്ടമല്ല, ക്യാഷിന് വേണ്ടി മാത്രം അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്കതിൽ കാണാൻ പറ്റില്ല. റിയൽ ആയിട്ടുള്ള സ്നേഹമാണെന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് അവർ ഒരു നെഗറ്റീവ് ചിന്തയോട് കൂടിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ, തെറ്റായ ചിന്തയോട് കൂടിയിട്ട് നിങ്ങളെ സമീപിക്കുന്ന ഒരു സ്ത്രീ ആണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവരിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കുരുക്കിൽ ചെന്ന് വീഴാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പലർക്കും മനസ്സിലാക്കാൻ പറ്റില്ല ഇത് റിയൽ ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്നുള്ളത്. അപ്പോൾ എല്ലാം നോക്കിയും കണ്ട് മനസ്സിലാക്കിയിട്ടൊക്കെ മുന്നോട്ട് പോവാം. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചൊക്കെ ധാരണകൾ കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്